ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലുകളിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരെങ്ങനെ വന്നു? എപ്സ്റ്റൈൻ ഫയലുകളെ കുറിച്ച് എന്തെങ്കിലും നരേന്ദ്രമോദി മിണ്ടിയോ? നാണക്കേടായി നിൽക്കുകയല്ലേ? കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി 36-ലധികം വരുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ലൈംഗിക വൃത്തിക്ക് ഉപയോഗിച്ചു എന്നതിന്റെ പേരിലും അതിലധികം പെൺകുട്ടികളെ പ്രമുഖർക്ക് കാഴ്ചവെച്ചു എന്നതിന്റെ പേരിലും ലൈംഗിക കുറ്റവാളിയായി 2019 വരെ ജയിലിലടച്ച് ഒടുവിൽ ആത്മഹത്യ ചെയ്ത് ദുരൂഹമായിട്ട് കൊല്ലപ്പെട്ട ഈ ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലുകളിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരെങ്ങനെ വന്നു? ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള സൗഹൃദം, മൈ ഫ്രണ്ട് എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള സൗഹൃദം എങ്ങനെ വളർന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടിയുള്ള ഡീറ്റെയിലിംഗ് ഈ ഫയലുകളിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാ ബന്ധപ്പെടുന്നത്? അനിൽ അംബാനി മോദിക്ക് വേണ്ടിയിട്ട് എപ്സ്റ്റൈനുമായിട്ട് ബന്ധപ്പെടുന്നു. എപ്സ്റ്റൈൻ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ആ ബന്ധത്തെക്കുറിച്ചുള്ള ഫയലുകളാണ് പുറത്തു വന്നത്. 2017 മാർച്ച് മാസത്തിൽ അംബാനിയോട് എപ്സ്റ്റൈൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മോദി ഇസ്രായേൽ സന്ദർശിക്കും എന്നൊരു മറുപടി അനിൽ അംബാനി എപ്സ്റ്റീന് വേണ്ടി നൽകുന്നു. എപ്സ്റ്റീൻ ഇത് അമേരിക്കയെ അറിയിക്കുന്നു. അതിനുശേഷം ജൂലൈ 6-ാം തീയതി ഇസ്രായേൽ സന്ദർശിക്കുന്നു. ജൂലൈ 26-ാം തീയതി ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നരേന്ദ്രമോദി നടത്തുന്നു. അതിനെക്കുറിച്ച് എപ്സ്റ്റീൻ പറഞ്ഞിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തന്റെ ഉപദേശം സ്വീകരിച്ചു, ഇസ്രായേലിൽ പോയി അമേരിക്കൻ പ്രസിഡന്റിനു വേണ്ടി പാട്ടും പാടി ഡാൻസും കളിച്ചു, സംഗതി ഏറ്റു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എപ്സ്റ്റൈനാണ്. എന്ത് സംഗതി ഏറ്റു? എന്താണ് സംഗതി? ഒരു ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായി എപ്സ്റ്റീന്റെ ഫയലുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് എങ്ങനെ വന്നു? ട്രംപിന്റെ അനുയായി ടോം ബ്രോക്കിന് ഒരു മെയിൽ അയച്ചത് എപ്സ്റ്റൈനാണ്. എന്താണ് എപ്സ്റ്റൈൻ അയച്ചത്? ട്രംപുമായിട്ടുള്ള സൗഹൃദത്തിൽ മോദി ആഗ്രഹിക്കുന്നു എന്ന മട്ടിൽ ഇടനിലക്കാരനായി നിൽക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ സൗഹൃദം വേണമെങ്കിൽ എപ്സ്റ്റീൻ എന്ന് പറയുന്ന ലൈംഗിക കുറ്റവാളിയുടെ ഇടനില വേണമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലുകൾ